ബിഗ് ബോസിന്റെ ലൈവില് അഭിഷേകും ജിൻഡോയും തമ്മിൽ പൊരിഞ്ഞടി നടക്കുകയാണ്. ഇപ്പോൾ ഒരു ടാസ്ക് നടക്കുന്നതിന്റെ ഇടയിലാണ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളി ആയിരിക്കുന്നത്. ജിൻഡോ അഭിഷേകിന്റെ മുഖത്ത് പിടിച്ച് ശരിക്കും തള്ളുന്നുണ്ട്. അതുപോലെ തന്നെ ജിൻഡോയെ വലിച്ച് നിലത്തേക്ക് ഇടുന്നുണ്ട് അഭിഷേക്. ഒരു ടാസ്കിന്റെ ഇടയിലാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ബോർഡ് കൊടുത്തിട്ടുണ്ട്, അവർക്ക് കയ്യിൽ ഓരോ സീലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ ബോർഡിൽ പോയി സീൽ അടിക്കുക എന്നതാണ് ടാസ്ക്. അപ്പോൾ ജിൻഡോ അഭിഷേകിന്റെ ബോർഡിൽ സീൽ അടിക്കാൻ വരുന്ന സമയത്ത് അഭിഷേക് തടയുന്നുണ്ട്. ജിൻഡോ തന്റെ ബോർഡിന്റെ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി അഭിഷേക് തടഞ്ഞു നിർത്തുന്നു. ജിൻഡോ വീണ്ടും അപ്പർ സൈഡിൽ കൂടെ വീണ്ടും അഭിഷേകിനെ ചെറുതായിട്ട് തള്ളി മാറ്റി പോകാൻ ശ്രമിച്ചപ്പോൾ അഭിഷേക് ജിൻഡോയെ നിലത്തേക്ക് വലിച്ചിടുന്നുണ്ട്. അങ്ങനെ വലിച്ചിട്ടപ്പോൾ ജിൻഡോയ്ക്ക് ശരിക്കും കലി വന്നു. ജിൻഡോ നേരെ അഭിഷേകിനെ ഒരൊറ്റ തള്ളു തള്ളി, ഒറ്റ തള്ളല്ല, അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം തള്ളി കഴിഞ്ഞിട്ട് വീണ്ടും ശരിക്കും ഒന്നും കൂടെ തള്ളി അഭിഷേകിനെ ശരിക്കും അങ്ങ് തള്ളി മാറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അഭിഷേകിന്റെ ബോഡി പോയി സീൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവർ തമ്മിലുള്ള ഒരു സംഭവം. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു 3-4 സെക്കൻഡ് ബിഗ് ബോസ് നമ്മളെ ശരിക്കും കാണിച്ചിട്ടില്ല ആ ഒരു വിഷ്വൽസ്. രശ്മിന്റെയും ജാസ്മിന്റെയും വിഷയത്തിലുണ്ടായ അതേപോലെ തന്നെ ഇവിടെയും 5-6 സെക്കൻഡ് മിസ്സിംഗ് ആണ്. ശരിക്കും ഫൈറ്റ് നടന്ന് നമ്മളെ കാണിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും കാണിച്ച വിഷ്വൽസിന്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതല്ലാത്ത രീതിയിലുള്ള ഫിസിക്കൽ അറ്റാക്ക് തന്നെയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയത്. അതുകൊണ്ട് ഇനി ഇതിന്റെ പേരിൽ ഒരു നടപടി സ്വീകരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമാണ്. ഈ ഒരു അറ്റാക്ക് നടക്കുന്ന സമയത്ത് തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, നിർത്ത് മത്സരം നിർത്തിക്കോളൂ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു വഴക്കൊക്കെ കഴിഞ്ഞ് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹഗ് ചെയ്ത് കോംപ്രമൈസ് ഒക്കെ ആകുന്നുണ്ട്. എങ്കിൽ പോലും ഇത് ചെറുതല്ലാത്ത രീതിയിലുള്ള ഒരു അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ എന്ത് നടപടി എടുക്കും, ഇനി പുറത്തേക്ക് വിടുമോ അതോ യെല്ലോ കാർഡ് കൊടുക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ബിഗ് ബോസിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും.